നിങ്ങൾക്കും ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയോ? അയ്യോ അതല്ല ചേച്ചി. ശരി ശരി, ഞാൻ എന്തായാലും കാര്യം പറയാം. ഞാൻ നേരത്തെ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? നേരെ അങ്ങ് പോകാലോ. എന്നാ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഇത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട നിന്റെ ഒന്നും ലഡു. മനുഷ്യരെ കൊല്ലാനായിട്ട് ഒന്ന് കഴിച്ചു നോക്ക്. ഇത് ഒരെണ്ണം കഴിക്ക്. ഒരെണ്ണം ഒന്ന് കഴിക്ക്. ഒരെണ്ണം മതിയല്ലേ? എന്താ ഇത്? എന്താ ഈ ബഹളം? ചേച്ചി ചേച്ചി ഇവരെന്നെ എന്താ? എന്തിനാ പൃഥ്വി ഇങ്ങനെ അടിക്കുന്നേ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഇവരെന്നെ നിർബന്ധിച്ച് തീറ്റിച്ചു ഉപദ്രവിക്കുകയും ചേച്ചി. പൃഥ്വി എന്താ വേണ്ടെന്ന് പറഞ്ഞു? ലഡു ലഡു ലഡുവോ? ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഒരേ വീട്ടിൽ താമസിച്ച് പരസ്പരം ദേഷ്യത്തിൽ കഴിയരുതെന്ന്? അതുകൊണ്ട് കുറച്ച് മധുരം കൊടുത്ത് സന്തോഷത്തോടെ കഴിയാന്ന് കരുതി വാങ്ങിച്ചതോ. ഓ അതാണോ? അതെ ചേച്ചി, പക്ഷെ ഞങ്ങളുടെ സ്നേഹം സ്വീകരിക്കാൻ ഈ പൃഥ്വി സമ്മതിക്കുന്നില്ല. എന്താ പൃഥ്വി ഇത്? അല്ല ചേച്ചി, ചേച്ചിക്ക് ഇത് അറിയാത്തോണ്ടാ. എന്തറിയാത്തോണ്ട്? നീ മര്യാദയ്ക്ക് അവര് സ്നേഹത്തോടെ തരുന്ന സ്വീറ്റ്സ് വാങ്ങിച്ച് കഴിക്കാൻ നോക്കിയേ. അതന്നെ കഴിക്ക്. ചേച്ചി ലഡു എനിക്ക് വേണ്ട. കുറച്ച് കഴിക്കുന്നേ. ചേച്ചി ഞാൻ കൊറേ ഓടിയതല്ലേ, കഴിച്ചേണ്ട. മിടുക്കൻ. അയ്യോ പൃഥ്വി, ഷെടാ ഇവനിതെന്താ പറ്റിയേ? ആർക്കറിയാം. ചേച്ചി സ്വീറ്റ്സ് കഴിക്കേ. ചേച്ചി കഴിക്കേ. താങ്ക് യു. ശൈലിയുടെ വല്ലതാണെങ്കിൽ ഞാൻ ഇപ്പൊ ചാവുമല്ലോ. പാവം പൃഥ്വി ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓടിച്ചെന്ന് കഴിച്ചത് മുഴുവൻ വോമിറ്റ് ചെയ്ത് കളയുമായിരിക്കും. കഴിക്കും. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. വേണ്ട കിരൺ, അതിവിടെ വെക്കുന്ന സേഫ് അല്ല. നമുക്കത് ദൂരെ കളയാം. ഏയ് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെന്നേ. ഇതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവൻ എന്തായാലും വളരെ പാടുപെട്ട് ആരും കാണാതെ നമ്മുടെ മുറി കൊണ്ട് വെച്ചതല്ലേ, അതിനുള്ള സമ്മാനം അവന് കിട്ടണ്ടേ. അങ്ങനെയാണെങ്കി ഇതിവിടെ ഇരിക്കട്ടെ. കുട്ടേട്ടനാ. ഹലോ കുട്ടേട്ടാ. മോളെ. അതെ, ഞാൻ ആ രാമേന്ദ്രന്റെ കാര്യം അന്വേഷിച്ചു കേട്ടോ. ആണോ? എന്തെങ്കിലും വിവരം കിട്ടിയോ കുട്ടേട്ടാ? അറിഞ്ഞതെന്താണെന്ന് വെച്ചാൽ അയാളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതെന്ത് പറ്റി? എന്താ? രാമേന്ദ്രൻ ഞങ്ങള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. ഹലോ. ഹലോ കുട്ടേട്ടാ, അങ്കിളിന് എന്താ പറ്റിയേ? ആരോ തല്ലിയതാണെന്നാ കേട്ടത്. എന്താ?
അങ്കിളിനെ ആരോ തല്ലി അത്ര. ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? സിറ്റി ഹോസ്പിറ്റലില്ല. ഓക്കെ കുട്ടേട്ടാ. മോളെ വേറെ എന്തെങ്കിലും അന്വേഷിക്കണോ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടോളാം. ആ എന്നാ ശരി മോളെ. ആരായിരിക്കും രാമേന്ദ്രൻ അങ്കിളിനെ തല്ലിയത്? ദുർഗ, നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി രാമേന്ദ്രൻ അങ്കിളിനെ കാണാം. ഇപ്പൊ തന്നെ ഇറങ്ങാം. ആ ശരി. വാ. ഹലോ. മേനോൻ സാറ് പറഞ്ഞിട്ട് വിളിക്കാം. പറഞ്ഞോളൂ. സാറിന് എന്തോ അത്യാവശ്യമായിട്ട് അറിയിക്കണ്ടെന്ന് പറഞ്ഞു. സിൻഡിക്കേറ്റിലെ എല്ലാവരും ക്രൗൺ റെസ്റ്റോറൻറ്റിനടുത്തുള്ള നമ്മുടെ സ്പേസിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്തിക്കോളാം. ഓക്കെ. എന്തായാലും നമ്മൾ ഇറങ്ങുമല്ലേ? അവനും വരട്ടെ. എന്തിനാ കിരൺ? പറയാന്നേ. ശോ. ദുർഗ, നമുക്കിറങ്ങാം. ആ ഇറങ്ങാം. അവൻ ഇനി വരില്ല. ടെൻഷനായി കിളി പോയി ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. നമുക്ക് പോവാം. പോ. നീയൊക്കെ എവിടെയെന്ന് വെച്ചാ പൊയ്ക്കോ. ഇനി ഞാൻ നേരിട്ട് മേനോനെ കൊണ്ട് നിങ്ങളെയൊക്കെ കൊല്ലിക്കും. നോയിക്കോ. അതിനുള്ള വഴി എനിക്കറിയാം. ഹലോ. ആ ഓക്കെ സർ. ഉച്ചയ്ക്ക് മുമ്പല്ലേ? ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ദുർഗ, കിരൺ നിന്നെ. ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്താ ചേച്ചി? ആ അത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഉച്ച വരെ പുറത്തേക്കൊന്നും പോയേക്കരുത്. ഏ ആ, എന്താ ചേച്ചി? ആ ദുർഗ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാ ഞാൻ നിങ്ങളോട് നിൽക്കണമെന്ന് പറഞ്ഞത്. ഉദ്ദേശം എത്ര സമയം എടുക്കും ചേച്ചി? എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ? അ, അതോ നിങ്ങൾക്കും ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയോ? അയ്യോ അതല്ല ചേച്ചി. ശരി ശരി, ഞാൻ എന്തായാലും കാര്യം പറയാം. ഞാൻ നേരത്തെ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ ഇന്ന് നടത്താൻ പോവാ.